പത്രോസ് യേശുവിന്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, when Peter came to Jesus Christ, ഞങ്ങൾ സകലതും വിട്ടു നിന്നെ അനുഗമിച്ചു. Lord, we have left everything and followed you. യേശു അവന്റെ പേരിന് മാറ്റം വരുത്തി. Amen. Jesus changed his name. അവന്റെ പേര് പത്രോസ് എന്നാക്കി. Jesus changed his name to Peter. പത്രോസ് എന്ന വാക്കിന്റെ അർത്ഥം ഉറപ്പേറിയവൻ. I mean, Peter means something that is firm. ഈ പത്രോസ് ആണ് യേശുവിന്റെ അടുക്കൽ വന്ന് ചോദിച്ചത്, this same Peter came to Jesus and is asking, ഞങ്ങൾ സകലതും വിട്ട് നിന്നെ അനുഗമിച്ചു. Lord, we have forsaken all and followed thee. ഞങ്ങൾക്ക് എന്നാ കിട്ടും? What are we going to receive? ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ എന്താ കാരണം? What is the reason for asking this question? ഞാൻ ഈ ദിവസങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു. I've been thinking and pondering about this for a long time now. ഇവൻ ചോദിക്കാനുള്ള രണ്ട് കാരണം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. Let me tell you two reasons why he mentioned that, and let me finish here. അതിനു മുൻപ് ഒരു ഇൻസിഡന്റ് കൂടെ പറയാം. And let me also mention incident. നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളാണ് P.G. വർഗീസ്. In my know a man called P.G. വർഗീസ്. P.G. വർഗീസിനോടൊപ്പം കർത്തൃവേലയിലായിരുന്ന മറ്റൊരു ദൈവദാസനാണ് M.I. ഈപ്പൻ. M.I. ഈപ്പൻ is another minister that ministered along with P.G. വർഗീസ്. അദ്ദേഹം ഒരു യാക്കോബായ കുടുംബത്തിൽ നിന്നും വിശ്വാസത്തിലേക്ക് ഇറങ്ങി. He came to the faith from a Jacobite family. അപ്പോൾ തന്റെ പിതാവ് ദൈവദാസനോട് ചോദിച്ചു, നിനക്ക് എവിടുന്ന് ആഹാരം കിട്ടും? And his father asked him, where are you going to be find the food for your body? നിന്റെ വണ്ടിക്കൂലി ആരെടുക്കും? Who will give you the travel expense? പക്ഷെ യാതൊരു മറുപടിയും പറയാതെ വിശ്വാസത്തിന് വേണ്ടി വെച്ച ചുവട് പിന്നോട്ട് വെക്കാതെ മുൻപോട്ട് വെച്ചു. Without saying any word, he just with the step he took for God, he just moved forward. കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ അദ്ദേഹം പഞ്ചാബിൽ വന്നു. And he came to Punjab regarding the word of the Lord. അദ്ദേഹത്തിന് വിവാഹാനന്തരം തലമുറകളെ ദൈവം കൊടുത്തു. And then later on God blessed him with children. അദ്ദേഹത്തിന്റെ തലമുറ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം. While his children were in the school, തന്റെ സ്കൂളിലെ അധ്യാപകൻ കുഞ്ഞുങ്ങളെ എല്ലാം അടുക്കൽ വിളിച്ചു. and his teacher called every children in the school. ഓരോ കുഞ്ഞുങ്ങളോടും ചോദിച്ചു, ബേटे तुम्हें क्या बनना चाहते हैं? तुम क्या बनना चाहते हैं? നീ ആരാകാൻ ആഗ്രഹിക്കുന്നു? Every child asked, what do you want to be? ഓരോ കുഞ്ഞുങ്ങളും പറഞ്ഞു, എനിക്ക് ഡോക്ടർ ആകണം, എനിക്ക് പൈലറ്റ് ആകണം, എനിക്ക് അതാകണം, ഇതാകണം എന്നൊക്കെ പറഞ്ഞു. They all said they wanted to be such and such, like pilot and doctor and education in the worldly sense. M.I. ഈപ്പന്റെ മകന്റെ ഊഴം വന്നപ്പോ, when it came to the turn of M.I. ഈപ്പൻ, ഈ കുഞ്ഞു പറഞ്ഞു, മുझे പാദ്രി बनना है, എനിക്കൊരു പാസ്റ്റർ ആകണം. He said, I want to become a pastor. ഉടനെ ഈ അധ്യാപകൻ അറിയില്ല, what is the meaning of pastor? പാസ്റ്ററിന്റെ അർത്ഥം അധ്യാപകൻ അറിയത്തില്ല. അവൻ ആ പാസ്റ്ററിനെ കുറിച്ച് ചോദിച്ചു. Yes, what does padri means? ഈ കൊച്ചു കുഞ്ഞ് അവന്റെ അറിവിലുള്ള പാസ്റ്ററിന്റെ ഒരു പിക്ചർ അധ്യാപകന് പറഞ്ഞു. Little child gave an explanation about the pastor, who a pastor is. അവൻ പറഞ്ഞു കൊടുത്ത കാര്യം എന്താണെന്ന് കേൾക്കണ്ടേ? You want to know what he said? അവൻ പറഞ്ഞത്, പാസ്റ്റർ ആയാൽ രണ്ട് ഗുണമുണ്ട്. There are two things, benefits to becoming a pastor. ഒന്ന്, എവിടെ പോയാലും ആഹാരം ഫ്രീ. If you go anywhere, you get free food. രണ്ട്, ഏത് ബസ്സിൽ കയറിയാലും വണ്ടിക്കൂലി എടുക്കണ്ട. Even if you travel in any bus, you don't have to pay the bus fare. നിങ്ങൾ ശ്രദ്ധിച്ചേ, Amen. തലമുറ ഒന്ന് വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിയപ്പോ അപ്പൻ ചോദിച്ചു, നിനക്ക് ആരും ആഹാരം തരും, നിന്റെ വണ്ടിക്കൂലി ആരെടുക്കും? When the father came out to the faith, his father asked, who is going to feed you, who is going to take the travel expense? പക്ഷെ വിശ്വാസത്തിന് വേണ്ടി നിന്ന M.I. ഈപ്പന്റെ തലമുറ പറയുകയാണ്, സകലതും തരുവാൻ വിശ്വസനായ ഒരു ദൈവത്തെയാണ് ഞങ്ങൾ സേവിക്കുന്നത്. In the next generation, that child was able to say, we are serving a God who is able to give us everything that we need in our life. പത്രോസ് ഈ ചോദ്യം ചോദിക്കാൻ രണ്ട് കാരണങ്ങൾ. There's two reasons why Peter asked this question. Number one, First of all, ഗെന്നസറത്തിന്റെ തടാകക്കരയിൽ ഒരിക്കൽ അവൻ നിൽക്കുമ്പോൾ, one time when he was at the lake of Gennesaret, അവന്റെ പടകിലേക്ക് യേശു വന്നിരുന്നു. we see Jesus coming to that boat. പുരുഷാരത്തെ ഉപദേശിച്ചു. He was teaching the people from that boat. അടുത്തത് പത്രോസിനോട് പറയുകയാണ്, പത്രോസേ, നിന്റെ വല ആഴത്തിലേക്ക് And then he said, you cast your net to the deep. അവൻ യേശുവിനോട് പറഞ്ഞൊരു മറുപടി. There is one thing that Peter replied. രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചു. Lord, I toiled all night, പക്ഷെ ഒന്നും കിട്ടി, but of no good. എങ്കിലും നിന്റെ വാക്കിന് ഞങ്ങൾ വലയിട്ടു. Yet at thy word I will let the cast down. Praise the Lord. Amen. ശ്രദ്ധിച്ച്, എന്താ ഇവന് കഴിഞ്ഞ രാത്രിയൊക്കെ അധ്വാനിച്ചിട്ട് കിട്ടാഞ്ഞത്? Why didn't he receive even though he had labored the whole night? മറ്റൊരു മറുപടി കൂടെ പറഞ്ഞാൽ വരാം. Let me tell you another reason. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 6-ാം വാക്യം നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. John 21 verse number 6 we read. അവിടെ പത്രോസിനോട് പറഞ്ഞു, നീ പടകിന്റെ വലത്തു ഭാഗത്ത് വല വീശി. Jesus said, you cast your net on the right
right അപ്പൊ side. ഇന്നലെ രാത്രി വരെ ഇവൻ വീശിയത് എവിടെ? I mean, so until last night, where did he cast his net? അവൻ വീശിയത് പടകിന്റെ ഇടതുവശത്ത്. He cast his net on the wrong side. അവൻ അവിടെ നിന്നും ആ വലയൊന്നെടുത്ത് അതിന്റെ വലതുവശത്തേക്ക് ഇടാൻ ദൈവം അവനോട് And പറഞ്ഞു. Jesus Christ is asking him to cast the net on the right side. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ ഒരു ദൂതുകൂടെ പറഞ്ഞാൽ പോവുക. Let me tell you a message from the word of the Lord. നീ അധ്വാനിക്കാനിട്ടല്ല, It's not because you don't labor, നീ കഠിന പ്രയത്നം ചെയ്യാനിട്ടല്ല, not because you don't work hard enough, പക്ഷെ നിന്റെ വല നിറയുന്നില്ല. but your net is still empty. നീ ആഗ്രഹിക്കുന്ന ഒരു ശുഭദൂരവും കാണുന്നില്ല. Not reaching the place that you are destined to. ഇന്ന് പകൽക്കാലം ആരോടോ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. Holy Spirit is speaking to someone and saying, നിന്റെ വല ഇന്ന് പകൽക്കാലം ഇരിക്കുന്നത് ഇടതുവശത്താണ്, അവിടെ നിന്ന് വലതുവശത്തേക്ക് വീശുവാൻ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം ആരോട് net പറയുകയാണ്. on the wrong side of the boat, you need to cast it on the right side. നിന്റെ ശരിയായ നിലയിലേക്കൊന്ന് മടങ്ങി വരുവാൻ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ശക്തമായി We need to come to the right point where God wants us to be this morning now. Praise the Lord. Hallelujah. ഇന്ന് പകൽക്കാലം യേശുവിന്റെ വാക്കൊന്ന് അനുസരിക്കുവാൻ തയ്യാറായ If you are willing to obey the word of God, വിടുവിപ്പാൻ അവൻ ശക്തനായ ദൈവമാണ്. He is able to deliver us. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് എന്നോട് എന്തോ വിരോധമുള്ളത് പോലെ ഇരിക്കുന്നു. I mean, the way you're sitting, it looks like you have something against me. എന്നോട് വിരോധമുള്ള കരങ്ങൾ ഉയർന്ന ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. Praise be the Lord. The Lord, amen. ഹല്ലേലൂയ. Hallelujah. ശ്രദ്ധിച്ചേ, അവൻ യേശുവിന്റെ വാക്കിന് വലയിറക്കി. He cast his net at the word of Jesus. ആ വാക്കിന് അവൻ വലയിറക്കിയത് കൊണ്ട് Because he cast his net, അവൻ കണ്ട അത്ഭുതം, there was a miracle that happened in that place. തന്റെ വല കീറുമാറ്, It came to a point where his net was about to be torn. തന്റെ വള്ളം മുങ്ങുമാറ്, Until his boat would sink. ഒരു പെരുത്ത മീൻകൂട്ടം. He had a great harvest there. Praise the Lord. ഇവന് മനസ്സിലായി യേശുവിനെ അനുഗമിച്ചാൽ ഇങ്ങനെയൊക്കെ കിട്ടും. Amen. He knew that if he followed Christ, he would get this kind of experience in his life. രണ്ടാമത്തെ റീസൺ, The second reason is, ആമേൻ, 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നത് ഈ പത്രോസ് കണ്ടു. Peter saw Jesus Christ feeding the 5,000 with the 5 loaves and 2 fishes. മാത്രമാണോ ഇവൻ അതിന്റെ അകത്തുനിന്ന് ഒരു കൊട്ട എടുത്തോണ്ട് വീട്ടിലും പോയത്? Not only that, he was able to take a basket for his own purpose, needs. അപ്പൊ ഇവന് മനസ്സിലായി യേശുവിനെ അനുഗമിച്ചാൽ വലയും കീറും വള്ളവും മുങ്ങും, മാത്രമല്ല ഒരു ബക്കറ്റ് ആവശ്യത്തിന് വീട്ടിലും കൊണ്ടുപോകും. Praise God, not only that he is going to get enough, more than enough for his needs, praise God, but he'll also get something to carry home. അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നവർ സകലവും വിട്ട് യേശുവിനെ And then അനുഗമിച്ചു. we read that he left everything and forsake Christ. പക്ഷെ ചിലകാലം കഴിഞ്ഞിട്ട് ഇപ്പൊ അത്ഭുതമൊന്നും കാണും. But after a little while, he doesn't see any miracle in his life. ആദ്യത്തെ അനുഭവം ഇപ്പൊ അവിടെ ഉണ്ടാകുന്നില്ല. The experience that he had in the beginning is not no more there. ആദ്യത്തെ പ്രാർത്ഥനയും ആദ്യത്തെ ഉപവാസവും ഒന്നും ഇപ്പൊ ഇല്ല. The prayer and the fasting that he had in the beginning is not. യേശു ക്രിസ്തുവിന്റെ കൂടെ പോയപ്പോ ഇവ വിചാരിച്ചു സകലം ഇപ്പൊ തന്നെ ലഭിക്കുമെന്നാണ്. Following Jesus Christ, he thought he's going to receive everything as it is right now. പക്ഷെ ചില കാലം കഴിഞ്ഞപ്പോ ഇവനൊരു ചോദ്യം ചോദിക്കേണ്ടി വന്നു. നാഥാ, ഞങ്ങൾ സകലതും വിട്ട് നിന്നെ അനുഗമിച്ചു, ഞങ്ങൾക്ക് എന്നാ? After a while, he had to ask this question to the Lord, Lord, we forsook everything and followed you. What are we going to receive? ആ ചോദ്യത്തിന് ഒരു അഗൈൻസ്റ്റ് ആയിട്ട് മറുപടി ആയിരിക്കാം ദൈവം അവന് കൊടുത്തത്. I mean, what Jesus gave us a different answer. ശാന്തമായി നിങ്ങളൊന്ന് ചിന്തിക്കണം. Listen very carefully this morning. തലമുറയുടെ ഒരു നല്ല ഭാവിക്ക് വേണ്ടിയായിരിക്കാം നിങ്ങൾ You പ്രാർത്ഥിക്കുന്നത്. might be praying for a good future for your children. പക്ഷെ അതിന് ഓപ്പോസിറ്റ് ഒരു മറുപടി ലഭിച്ചാലോ? But then if you receive a different answer, ഈ സഭയ്ക്കകത്ത് അനേക ചെയറുകൾ കാലിയാണ്, ഇത് നിറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ അതിന് ഓപ്പോസിറ്റ് മറുപടി ലഭിച്ചാലോ? what if we are praying that this pews will be filled, but we are receiving a different answer? നമ്മൾ ഒരിക്കലും ഒരു ഓപ്പോസിറ്റ് മറുപടി We don't ആഗ്രഹിക്കുന്നവരല്ല. desire to receive an answer that is different. പക്ഷെ ശാന്തമായി ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്ത് ഒരു ഓപ്പോസിറ്റ് മറുപടി ലഭിച്ചാൽ അതിന്റെ അകത്തൊരു ദൈവപ്രവൃത്തി ഉണ്ടെന്നുള്ള കാര്യം ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. When you receive a very different and opposite answer to our Glory to prayer, God. you should remember there is a work of God that needs to be manifest in this place. Hallelujah.